NSSനെയും ശബരിമല സമരക്കാരെയും ഉന്നമിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. ഹിന്ദുക്കളുടെ ഐക്യം പറയുന്നവർ ഈഴവനെയും പട്ടികജാതിക്കാരനെയും ഹിന്ദുക്കളായി കണക്കാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യവുമായാണ് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത്. ഈഴവനും പട്ടികജാതിക്കാരനും ക്ഷേത്രങ്ങളിൽ അർഹിക്കുന്ന പരിഗണനയും അവകാശവും ലഭിക്കുന്നുണ്ടോ? ഞങ്ങൾ ഹിന്ദുക്കളല്ല, ജന്തുക്കളാണെന്നും വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേവസ്വം ബോർഡിൽ ആനപ്പിണ്ടം പെറുക്കാൻ പോലും അവർണരില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ. സവർണരല്ലാത്തവരെ ഹിന്ദുക്കളായി കണക്കാക്കാത്ത നിലപാടുകളാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സമരത്തിൽ സെൻകുമാർ പങ്കെടുത്തതുകൊണ്ട് രാജ്യത്തെ 28% വരുന്ന ഈഴവരുടെ പ്രാതിനിധ്യമാകുന്നില്ല. ഒരു സെൻകുമാറിനെ കാണിച്ച് ഈഴവരുടെ പ്രാതിനിധ്യവും ഒരു ബാബുവിനെ കാണിച്ച് ദളിത് പ്രാതിനിധ്യവും പറയുന്ന കൗശല ബുദ്ധിയാണ് BJPയുടേതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു രാജാവും ചങ്ങനാശ്ശേരിയും കൂടിയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഹിന്ദുക്കളുടെ ഐക്യമെന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാനാകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സവർണരാണെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 94% സവർണരാണ്. 4% മാത്രമാണ് പിന്നോക്കക്കാരും പട്ടികജാതിയും പട്ടികവർഗവും ഉള്ളത്. ഇവിടെ അയ്യപ്പ ജ്യോതിയും നാമജപവും അയ്യപ്പ സംഗമവും മാത്രം ചർച്ച ചെയ്ത് പോയാൽ മതിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ആ സംഗമത്തിൽ സംസാരിച്ചവരെല്ലാം ഹിന്ദുക്കളുടെ ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളെയെല്ലാം ഹിന്ദുക്കളായി കണക്കാക്കിയിട്ടുണ്ടോ? പട്ടികജാതിക്കാരെ ഹിന്ദുക്കളായി കണക്കാക്കിയിട്ടുണ്ടോ? ഗുരുവായൂരിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഉള്ള ജീവനക്കാരിൽ ഒരാൾ പോലും പിന്നോക്കക്കാരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ, കൊച്ചിൻ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെല്ലാം ഇതാണ് അവസ്ഥയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിൽ തന്നെ എന്തുമാത്രം ആനകൾ ഉള്ളതാണ്. ഒരു ആനപ്പിണ്ടം വാരാൻ പോലും അവിടെ ഒരു പട്ടികജാതിക്കാരനെ ചുമതലപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ജാതി പറയുന്നു എന്ന് പറയും. നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സമരത്തിന് പിന്നിൽ സവർണ ലോബിയാണ്. തമ്പ്രാക്കന്മാരെന്ന് കരുതുന്ന ചിലരാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ SNDPയോട് കൂടി ആലോചിക്കണമായിരുന്നു. സർക്കാരിന് അപജയമില്ലെന്നും കോടതി ഉത്തരവ് അംഗീകരിക്കാൻ ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വരുന്ന വിധി എന്തായാലും അംഗീകരിച്ച് സമാധാനത്തിന് തയ്യാറാകണം. താൻ നിലപാട് മാറ്റിയിട്ടില്ല, ഉള്ളതേ പറയൂ. പുത്തരിക്കണ്ടത്ത് നടന്ന അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാതാ അമൃതാനന്ദമയി എത്തുന്നിടത്ത് ആളുകൂടും. പുത്തരിക്കണ്ടത്ത് അതാണ് ഉണ്ടായതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും നിലപാടില്ല. സ്ത്രീകൾ മല കയറിയതിന് പിന്നിൽ സർക്കാരല്ല, സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. അയ്യപ്പ ഭക്ത സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. UDFന്റെ സർവനാശം സംഭവിക്കുകയും കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുകയും ചെയ്യും. പൊതുജനം കഴുതയാണെന്ന് കരുതരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ദേവസ്വം ബോർഡിൽ ആനപ്പിണ്ടം പെറുക്കാൻ പോലും അവർണരില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ. സവർണരല്ലാത്തവരെ ഹിന്ദുക്കളായി കണക്കാക്കാത്ത നിലപാടുകളാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സമരത്തിൽ സെൻകുമാർ പങ്കെടുത്തതുകൊണ്ട് രാജ്യത്തെ 28% വരുന്ന ഈഴവരുടെ പ്രാതിനിധ്യമാകുന്നില്ല. ഒരു സെൻകുമാറിനെ കാണിച്ച് ഈഴവരുടെ പ്രാതിനിധ്യവും ഒരു ബാബുവിനെ കാണിച്ച് ദളിത് പ്രാതിനിധ്യവും പറയുന്ന കൗശല ബുദ്ധിയാണ് BJPയുടേതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു രാജാവും ചങ്ങനാശ്ശേരിയും കൂടിയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഹിന്ദുക്കളുടെ ഐക്യമെന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാനാകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സവർണരാണെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 94% സവർണരാണ്. 4% മാത്രമാണ് പിന്നോക്കക്കാരും പട്ടികജാതിയും പട്ടികവർഗവും ഉള്ളത്. ഇവിടെ അയ്യപ്പ ജ്യോതിയും നാമജപവും അയ്യപ്പ സംഗമവും മാത്രം ചർച്ച ചെയ്ത് പോയാൽ മതിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു.